ബൺ മസ്കയും ഇറാനി ചായയും ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടുന്ന് കഴിച്ചതിനെക്കാട്ടി എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല. മധുരം ഒക്കെ വളരെയധികം കുറച്ച് കഴിക്കുന്നവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് ബണ്ണാണ് കേട്ടോ എടുത്തത്. ഇത് ചെറുതായിട്ടൊന്ന് ബട്ടർ വെച്ച് 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട. 2 സൈഡും കുറച്ച് നേരം ഒന്ന് ബട്ടറിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ആവശ്യമായിട്ട് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ബട്ടറാണ് കേട്ടോ വേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ മധുരത്തിന് കുറച്ച് പഞ്ചസാര കൂടി പൊടിച്ചിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇതങ്ങ് ക്രീം ഭയങ്കര ലൂസായി പോവും. അപ്പം അത് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം പഞ്ചസാര കൂടി മധുരത്തിന് ആവശ്യത്തിന് കുറച്ചുകൂടെ പഞ്ചസാര ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലേവറിനൊരല്പം വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഇറാനി ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ ചായക്ക് വെള്ളം ഞാൻ പാലും കൂടെ ചേർത്താണ് കേട്ടോ വയ്ക്കുന്നത്. വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കൂടെ ഇട്ടിട്ട് ഈ 3 മസാല കൂടെ ആഡ് ചെയ്ത് നമ്മൾ ചായ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് ഇറാനി ചായ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. മസാലയാണ്, അതിലൊരു മസാലയുടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പം അത് ക്രീമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ക്രീം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്ന സമയത്ത് തീരെ ലൂസായി പോയാൽ നമുക്കിതിൽ ഇങ്ങനെ ഒലിച്ച് വരാൻ അമ്പോലേക്ക് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയമേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബണ്ണ് 2ആയിട്ട് കീറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ നിറയെ ഇങ്ങനെ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയായിരുന്നേ. ഒന്നിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടുള്ളൊരു മധുരമാണ്. പിന്നെ ഇതെല്ലാവരും ചായയിൽ ഇങ്ങനെ മുക്കിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പൊതുവേ ബ്രെഡിൽ ക്രീം ഇല്ലായിരുന്നെങ്കിൽ ചായയിൽ മുക്കി കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ക്രീം ഉള്ളതുകൊണ്ട് എനിക്കെന്തോ അങ്ങനെ ചായയിൽ മുക്കി കഴിക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആദ്യം. പിന്നീട് മൊത്തത്തിലൊന്ന് കഴിച്ച് തീർന്നതിന് ശേഷം അങ്ങനെയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ആയപ്പോൾ ഒന്ന് മുക്കി കഴിച്ച് നോക്കി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ആ ബ്രെഡ് കുറച്ചും കൂടെ ഒന്ന് കുതിർന്ന് സോക്കായി വരുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഉണ്ടായത്. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.